രക്ഷാപ്രവർത്തനത്തിന്റെ തുടക്കം ചെടിച്ചട്ടി കൊണ്ട് തലക്കടിച്ചായിരുന്നു. പഴയങ്ങാടി എരിപുരത്ത് കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ തല പൊട്ടി. ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് വെള്ളച്ചാലിന്റെ തലച്ചോറിന് ക്ഷതമേറ്റു. മറ്റൊരു പ്രവർത്തകന്റെ കർണപടത്തിനാണ് സാരമായി പരിക്കേറ്റത്. അന്ന് നമുക്കെതിരെ അക്രമം അഴിച്ചുവിട്ട അല്ലെങ്കിൽ നമ്മളെ മർദ്ദിച്ചവരെ സപ്പോർട്ട് ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇന്ന് DYFIക്കാർക്ക് ഇത്രയും ധൈര്യം കിട്ടിയത്. ഒരുപക്ഷെ മുഖ്യമന്ത്രി അന്ന് അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം അവർ ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ള നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് DYFIക്കാരും CPMകാരും SFIക്കാരും തെരുവിലിറങ്ങി ഗുണ്ടാ വിളയാട്ടം നടത്തില്ലായിരുന്നു. വനിതകളെയും രക്ഷാപ്രവർത്തകർ വെറുതെ വിട്ടില്ല. സമാധാനപരമായിട്ടാണ് നമ്മൾ സമരം നടത്തുന്നത്. അപ്പോൾ അതിനെയാണ് DYFI പ്രവർത്തകർ വന്നിട്ട് മാരകായുധങ്ങളും ചെടിച്ചട്ടിയും ഇരുമ്പ് വടി അടക്കം എടുത്തിട്ടാണ് നമ്മളെ തല്ലത്. അതൊരു രക്ഷാപ്രവർത്തന മാർഗമാണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഒരു പക്ഷേ കണ്ണിലൂടെ അത് രക്ഷാപ്രവർത്തനമായിട്ട് കാണുമായിരിക്കും. ഈ കാണുന്ന കേരളത്തിലെ സമൂഹം അത് രക്ഷാപ്രവർത്തനമായിട്ട് കാണൂല. രക്ഷാപ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ച 14 DYFI SFI പ്രവർത്തകർക്കെതിരെ വധശ്രമ കുറ്റം ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയ കേസിലെ 10ാം പ്രതി പോലീസിന്റെ കൺമുന്നിലൂടെ കോളേജിലെത്തി പരീക്ഷയും എഴുതി. ജാമ്യം കിട്ടിയ പ്രവർത്തകരെ മാലയിട്ടായിരുന്നു MLAയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചത്. രക്ഷാപ്രവർത്തനമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ന്യായീകരണമെങ്കിൽ ജില്ലാ സെക്രട്ടറി MV ജയരാജന്റെ വിശദീകരണം കുറച്ചുകൂടി വ്യത്യസ്തമാണ്. DYFI പ്രവർത്തകന്മാർ ചെയ്തതിൽ എന്താ തെറ്റ്? ഒരു പോലീസൊന്നും ഇല്ലാത്ത ആളെ ഒഴിഞ്ഞ സ്ഥലത്ത് ഒളിച്ച് നിന്നിട്ട് പോയിട്ട് മുഖ്യമന്ത്രിയുടെ വണ്ടിക്ക് നേരെ അക്രമം നടത്താൻ വേണ്ടി വരുന്നു. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? പോയിട്ട് ആക്രമിച്ചോട്ടെ എന്നാണോ? ആ ബസ് തട്ടി വരാൻ മരിച്ചാൽ എന്തായിരിക്കും നമ്മുടെ നാടിന്റെ സ്ഥിതി? മാതൃഭൂമി ന്യൂസ് കണ്ടു.